അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഐഫോൺ XR ആണ്. അത് ഓൾറെഡി പാസ്വേഡാണ്. പാസ്വേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഹലോ മോഡിലാണുള്ളത്, അതായത് ഐക്ലോഡാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോണ് XR ആണ്, ഇത് ഓൾറെഡി ഐക്ലോഡാണ്. ഹലോ ബൈപ്പാസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയി കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ലൈറ്റ്, അതായത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കണക്ട് ചെയ്യാണ്, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തൂല. ഈ ലൈറ്റ് കത്തിയാൽ മാത്രമാണ് ഇങ്ങനെ ഒരു റെഡ് ലൈറ്റ് വരണം. അത് വന്നാൽ മാത്രമേ നമുക്കിത് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ചിലത് ഓട്ടോമാറ്റിക് ഓൾറെഡി പ്രോഗ്രാമഡ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പ്രോഗ്രാമഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഇത് EFT Pro വെച്ചിട്ട് നമുക്കിത് പ്രോഗ്രാം ചെയ്യണം. EFT Pro ആണ്, അല്ലെങ്കിൽ വേറെ നമുക്ക് ഇതിൻ്റെ ഫയൽ കിട്ടുകയാണെങ്കിൽ ആ ഫയൽ നേരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ EFTൻ്റെ ഈ ഇത് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യുന്നത് പ്രോഗ്രാം ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആപ്പിൾ എന്നുള്ള ഭാഗത്ത് പോവുക. ഇവിടെ റാം ഡിസ്ക് പർപ്പിൾ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. പർപ്പിൾ മോഡ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും പ്രിപ്പയർ USB ലൈറ്റർ 8 ബോർഡ് ഫ്ലാഷ് ഫീവർ. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി, ഫ്ലാഷ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബൂട്ട് എടുക്കണ്ടോ, അത് കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ബൂട്ട് എടുത്തത്. അങ്ങനെ ബൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ RP2350 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ EFT Pro വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ VMware സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ആവും. നമ്മളെ ഇവിടെ കാണിക്കും ഏതാണ് നമ്മുടെ ടൂൾ ഏതാണെന്നുള്ളതിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമ്മളെ ടൂൾ ഏതാണെന്നുള്ളത് നോക്കുക. നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ്, ഞാൻ ഓട്ടോ ഡിക്റ്റേറ്റഡ് ആണ് കൊടുത്തത്, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്റ്റീവായി. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ലൈറ്റ് ബ്ലിങ്ക് ആയത് കണ്ടില്ല, ഇപ്പോൾ റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 3U ടൂളിൽ പോവുക. നമ്മൾ ഫോണ് ഇതിപ്പം കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോണ് കണക്ട് ചെയ്യാം. ഫോണ് നമ്മൾ DFE മോഡിലേക്ക് കണക്ട് ചെയ്യണം. DFE മോഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഫോണ് DFE മോഡിൽ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ടൂൾ ഉണ്ടല്ലോ, ഈ ടൂൾ നേരെ ഒന്ന് ഈ ഭാഗത്ത് നമ്മൾ USB-ൻ്റെ ഇത് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന കേബിൾ കൊടുക്കുക. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന C ടൈപ്പ് കേബിളാണ്, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ കേബിൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന കേബിൾ ഒഴിവാക്കിയിട്ട് ഇതിന് ഡയറക്റ്റ് വരുന്ന കേബിൾ, അത് ഈ കേബിളാണ് കേട്ടോ. ഈ കേബിൾ ഡയറക്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു പച്ച ലൈറ്റ് വരും കേട്ടോ. ഈ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ അത് ഓക്കെയാണ്, കണക്റ്റായി. ഇനി നമുക്കത് ആവശ്യമില്ല. ഇനി നമ്മൾ ജസ്റ്റ് അൺപ്ലഗ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നേരെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന സാധാ നോർമൽ വയർ അത് തന്നെ കറക്റ്റ് എടുക്കുക, കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും DFE മുകളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതിന് ഇനി ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ DFE മുകളിൽ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3U ടൂളിൽ പോയിട്ട്, 3U ടൂളല്ല, നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് അൺലോക്ക് ടൂളിൻ്റെ വെബ്സൈറ്റിൽ പോവുക. കാണാൻ പറ്റും ഇവിടെ ഇതിൻ്റെ ഫയൽ ഇവിടെ ഉണ്ടാവും, XRൻ്റെ ഫയൽ. ഞാൻ ഓൾറെഡി വേർഷൻ ഏതാ നമ്മൾ കണ്ടെത്തണം. ആ വേർഷൻ നോക്കിയിട്ട് കറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഫോണിലുള്ള വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അൺലോക്ക് ടൂൾ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് റാം ഡിസ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഫയൽ ഇവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോണിൻ്റെ ഫയൽ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ബൂട്ട് റാം ഡിസ്ക് കൊടുക്കുക.
ബൂട്ട് റാം ഡിസ്കിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് ഫിനിഷായിട്ട് നമുക്കിവിടെ പാസ്വേഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് പാസ്വേഡ് കൊടുക്കുക. നമ്മൾ സാധാ എക്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഹലോ ബൈപ്പാസ് കൊടുത്താൽ മതി. അത് സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഈ ഇതിലേക്ക് യു ബി എൽ ലൈറ്ററിൻ്റെ ഈ മോഡിലേക്ക് മാറാനാണ്, അതായത് ബൂട്ട് റാം ഡിസ്കിൻ്റെ മോഡിലേക്ക് മാറാനാണ് ഇപ്പോൾ ഈ ടൂൾ ആവശ്യമുള്ളൂ. ഇപ്പോൾ കാണാൻ പറ്റും അൺലോക്ക് ടൂളിൻ്റെ ഇത് വന്നിട്ടുണ്ട്, ലോഗോ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പ്രോഗ്രാമുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ പാസ്കോഡ്, അത് ഓൾറെഡി നമ്മൾ പാസ്കോഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ബാക്കപ്പ് പാസ്കോഡ് കൊടുക്കുക. കൊടുത്താൽ ഫുള്ള് ബാക്ക് പാസ്കോഡ് ആയിട്ട് ഓക്കെ വരും. ഓക്കെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഫാക്ടറി സെറ്റ് കൊടുത്തിട്ട് ഫുള്ള് ഫോർമാറ്റ് അടിക്കുക. അന്ന് ഫോർമാറ്റ് അതിന് ശേഷം വീണ്ടും നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പാസ്കോഡുള്ള ഭാഗത്ത് നമ്മൾ റീസ്റ്റോർ പാസ്കോഡ് കൊടുക്കുക. നെറ്റ് ഓണായി വരും, വിത്ത് നെറ്റ്വർക്ക് ലിങ്ക് ഓണാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ ഓൾറെഡി എന്താണ്, പിന്നെ നമ്മളത് എന്താണ്, ഓൾറെഡി നമ്മൾ ബൈപ്പാസ് ലോക്ക് ഉള്ളതാണ്, അത് ഐക്ലോഡ് ലോക്ക് നമുക്ക് ഹലോ മോഡിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഹലോ മോഡ് ക്ലിക്ക് ചെയ്യാം. കാണാൻ പറ്റും ബൈപ്പാസിങ് ഹലോ. ഓക്കെ, റെഡിയായി. ഇത്ര സിമ്പിളാണ് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ സെറ്റ് ഓണായി വരും. ഓണായിട്ട് ഫുള്ള് പാസ്പോർട്ടൊക്കെ പോയി എല്ലാം സെറ്റായിട്ടുണ്ടാവും. കാണാൻ പറ്റും ഫോണിവിടെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിവിടെ ബൈപ്പാസ് ആയിട്ടുണ്ട് അല്ലേ, ഫുള്ള് ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ പാസ്കോഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് എന്താണ് നെറ്റ്വർക്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഈ സെയിം സംഭവം തന്നെ നമ്മൾ ഇതിൽ ചെയ്ത ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് എങ്ങനെ ഇതിൽ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഓൺ ആക്കുക. ഫോൺ DFE മോഡിൽ കണക്ട് ചെയ്യുക. അതിന് ശേഷം ഈ പർപ്പിൾ മോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം ഇവിടെ നമ്മൾ DFEയിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും എന്താണ് നമ്മളെ റാം ഡിസ്കിൻ്റെ അത് ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നേരെ ആ മോഡിലേക്ക് പോകും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.